ഞാനും പറഞ്ഞു മഴ പെയ്യുന്നു, നീ ഇനി കയറിക്കോ, ചെയ്യണ്ടാന്ന്. അടിയൊഴുക്കാണ്. കാരണം ഈ മേളിൽ വേസ്റ്റ് നിൽക്കുമ്പോഴത്തേക്കും അടിക്കാ വെള്ളം കൊണ്ടുപോകുന്നത്. ഒഴുക്ക് ആ ഭാഗത്തോട്ട് അടിച്ച് ഇയാളങ്ങ് അടിയിലോട്ട് കൊണ്ടുപോയി. കാലം തെറ്റി പെയ്യുന്ന കാലവർഷത്തിന്റെ ഭീകരത തലസ്ഥാന നഗരത്തിൽ ദൃശ്യമായ ദിനമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. തലേ ദിവസം രാത്രി തുടങ്ങിയ മഴ രാവിലെയും തോർന്നില്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിലായി. റോഡും ഓടകളും നിറഞ്ഞൊഴുകുന്ന വെള്ളം. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം തുടരുന്നതിനാൽ മഴവെള്ളം പെട്ടെന്നൊഴുകിയെത്തും. പതിവ് പോലെ നഗരത്തിലെ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ആ വിവരം ഞങ്ങളെ തേടിയെത്തിയത്. തമ്പാനൂരിലെ ആമയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായി. പേട്ടയിലെ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന AK സ്റ്റെഫിൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരം തമ്പാനൂരിൽ ആമഴിഞ്ചാൻ തോട്ടിൽ ഒരാളെ കാണാതെയായി. മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. വൃത്തിയാക്കുന്നതിനിടെയാണ് ആമഴിഞ്ചാൻ തോട്ടിൽ മുങ്ങിപ്പോയത്. ഫയർഫോഴ്സ് എത്തി അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? മാരായമുട്ടം സ്വദേശിയായിട്ടുള്ള ജോയി ആണ് ഇത്തരത്തിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത്. അദ്ദേഹം അവിടെ മുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇവിടെ കണ്ടുനിന്നവരൊക്കെ തന്നെ പറഞ്ഞത്. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ 3 പേരുണ്ട്. അപ്പം ഈ പുള്ളിക്കാരൻ ആദ്യം ഇറങ്ങി മഴ പൊടിഞ്ഞു തുടങ്ങിയത്. അപ്പോഴേക്കും ഇവിടെ ഉള്ളവർ പറഞ്ഞു, പിന്നെ ഞാനും പറഞ്ഞു മഴ പെയ്യുന്നു, നീ ഇനി കയറിക്കോ, ചെയ്യണ്ടാന്ന്. ഇവനെന്ത് ചെയ്ത് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ട് ചാടി. അവിടെ ഒഴുക്കുള്ള ഭാഗം കുറച്ച് അവിടെ നിന്നിങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും വെള്ളം കൂടുതലായിട്ട് വന്നു. പുള്ളിക്കാരൻ അപ്പം ഞാൻ കയറെടുത്തിട്ട് ഓടി. ആ കയറിനെ അവിടെ ഇട്ട് കൊടുത്തിട്ടും പുള്ളിക്കാരനെ പിടിക്കാൻ പറ്റില്ല. നേരെ ഈ വേസ്റ്റിന് അടിയിലോട്ട് പോവുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഊർജിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാല് പുതഞ്ഞ് ഈ വെള്ളത്തിനടിയിലേക്ക് പെട്ടുപോയതാകാമെന്നുള്ള ഒരു നിഗമനമാണുള്ളത്. അതോടൊപ്പം തന്നെ ശക്തമായ ഒഴുക്ക്, പ്രത്യേകിച്ചും മഴ അങ്ങ് ശക്തി പ്രാപിച്ചതോടുകൂടി വലിയ തോതിലുള്ള ഒഴുക്കും കൂടി വന്നിരുന്നു. ഞാനിവിടെ എത്തുമ്പോൾ കണ്ടത് കണ്ടാലറയ്ക്കുന്ന അഴുക്ക് വെള്ളത്തിൽ ജോയിയെ തിരയുന്ന ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയുമാണ്. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാളെയും കണ്ടു. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി. ജോയിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുകയാണ്. അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഗോപി. ഇവിടെ ഗുഡ്സ് ഓട്ടോ ഒക്കെ ഓട്ടിക്കുന്ന ആളാണ്. റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചേട്ടൻ എന്താണ് ഇവിടെ കണ്ടത്? ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പുള്ളി വീഴുന്നതിൻ്റെ ഓടയുടെ മറുഭാഗത്ത് ആ മതിലിൻ്റെ അവിടെ ഞാനും ഞങ്ങൾ പോട്ടർമാർ നിൽക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഈ വെള്ളത്തിലിറങ്ങി ചവറ് വാരി ഈ വെള്ളം കൂടുന്തോറും അയാളെ കയറിക്ക് കയറാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് അയാൾ നിരസിക്കുകയായിരുന്നു. പകരം ഇയാൾ ഇടതുവശം വരാനൊരു പകരം വലതുവശം വഴി പോയപ്പോൾ ഒഴുക്ക് ആ ഭാഗത്തോട്ട് അടിച്ച് ഇയാളങ്ങ് അടിയിലോട്ട് കൊണ്ടുപോയി. മാലിന്യം ഈ തോട്ടിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ആ മനുഷ്യൻ ജോയി എന്നൊരാൾ ഇവിടേക്ക് ഇറങ്ങുന്നത്. ആ സമയത്താണ് അദ്ദേഹം അപകടത്തിൽപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ആകുന്നു അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും സ്കൂബ ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മാലിന്യം തന്നെയാണ്. റെയിൽവേ ട്രാക്കുകൾക്കടിയിലൂടെ പോകുന്ന ആമയഞ്ചാൻ തോട് ഇതൊരു മാലിന്യ സംഭരണിയാണെന്ന തിരിച്ചറിവ് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഏതാണ്ട് 200 മീറ്ററോളം ദൂരം ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നത് ഈ കാണുന്ന റെയിൽവേ പാളങ്ങൾക്കടിയിലൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള മാൻഹോളുകളുമുണ്ട്. ഈ കാണുന്ന ടണലിൻ്റെ ഭാഗത്ത് മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് മാറ്റാൻ കഴിയാത്തതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്.
ഈ റെയിൽവേ ട്രാക്കിനുള്ള ട്രെയിൻസ് മാറ്റിയിട്ട് അവിടുന്ന് ഉള്ള സ്ലാബുകൾ ഇളക്കി മാറ്റിയിട്ട് അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു സെർച്ച് അങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാലിന്യം എടുത്തു മാറ്റാൻ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. അങ്ങനെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു. ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷം മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് മാലിന്യം നീക്കാനുള്ള നടപടികൾ തുടങ്ങി. മന്ത്രിയും മേയറുമടക്കം ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഇനി ഏറ്റവും ദുഷ്കരമായ രണ്ടാം ഘട്ടം. ടണലിൽ ഉള്ളിലിറങ്ങി മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും സാധ്യമാകൂ. മനുഷ്യസാധ്യമായതെന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് യന്ത്രമടക്കം ഇറക്കി മാലിന്യം നീക്കുന്നത് അസാധ്യമാണ്. രാത്രിയിലും തിരച്ചിൽ നീണ്ടു. റോബോട്ടുകൾ എത്തിച്ചു. ഒന്നല്ല, 2. ഈ കാണുന്ന റോബോട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ഈ രക്ഷാദൗത്യത്തിന് പ്രധാന പങ്ക് വഹിക്കുക. ഈ റോബോട്ട് തന്നെയായിരിക്കും. ഈ റോബോട്ടിലാണ് നിരീക്ഷണ ക്യാമറകൾ ഉള്ളത്. അതായത് ജോയിയെ കാണാതായ ഭാഗത്ത് നിന്ന് ടണലിനുള്ളിലേക്ക് ഈ റോബോട്ടിനെ ഇറക്കിക്കൊണ്ട് അതിനകത്തുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനായിരിക്കും ഈ റോബോട്ട് ഉപയോഗിക്കുക. പ്രതീക്ഷയോടെ രണ്ടാം ദിനം. പുലർച്ചെ 6:30യോടെ പരിശോധന വീണ്ടും തുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് മുന്നേ തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തനം. രാത്രിയോടെ നിർത്തി. ഇന്ന് രാവിലെ 6:45 വീണ്ടും പുനരാരംഭിച്ചു. ഇന്നലെ ഇപ്പോൾ ആ മാൻഹോളായിരുന്നു നോക്കിയത്. ഇന്ന് ഇവിടെ ഇപ്പം സ്കൂബ ഡൈവേഴ്സും അതുപോലെ നമ്മുടെ NDRFനും ഇവിടുന്ന് താഴേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് വേസ്റ്റ് ഇപ്പോൾ ഇതിനകത്തുണ്ട്. അതിപ്പോൾ നീക്കും. ഇപ്പോൾ നെറ്റിട്ട് JCBക്ക് വലിച്ചു കയറ്റുകയാണ്. അത് ടണലിനുള്ളിൽ കിടക്കുന്ന മാലിന്യം വലിച്ച് പുറത്തേക്ക് കയറ്റും. ഇപ്പോൾ തടസ്സം ഉണ്ടായിരിക്കും. പുറത്ത് മാലിന്യം ഇല്ല. അകത്തേക്ക് വീണ്ടും കുറേശ്ശെ ഇന്നലെ രാത്രിയൊക്കെ ഒഴുകി വന്നുകൊണ്ട് അപ്പോൾ അത് ഇപ്പോൾ രാവിലെ മാറ്റി അതിൻ്റെ പാരലായിട്ട് അവർ മാറ്റുന്നതുകൊണ്ട് ആളിറങ്ങുകയും ചെയ്യുകയാണ്. 2 സ്ഥലത്തുനിന്നും, അതായത് 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ ഈ തുടങ്ങുന്ന ഭാഗത്തുനിന്നും 2 നിന്നും ഒരേപോലെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവരും പോവും. അതുപോലെ തന്നെ നമ്മൾ ജെൻ റോബോട്ടിക്സിൻ്റെ റോവറും അതിനോടൊപ്പം ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സമയം ഇത്രയായിട്ടും രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ട് എന്ന് പറയാനാകില്ല. മാലിന്യം തന്നെയാണ് പ്രധാന വെല്ലുവിളി. സഹായത്തിനായി NDRF സംഘവും എത്തിയിട്ടുണ്ട്. മാലിന്യ നീക്കം നടത്തുന്നതിനോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3 സമീപത്തായുള്ള മാൻഹോളിൽ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി. പക്ഷേ അവർ നേരിട്ടത് വലിയ വെല്ലുവിളിയാണ്. ഇത്രയും അടിയിൽ പാറ പോലെ സെറ്റായിട്ടിരിക്കുക. അതിൻ്റെ അടിയിൽ ഒരു 1/2 മീറ്റർ ഗ്യാപ്പുണ്ട്. അതിൽ കിടന്ന് ഈ തുണി മാറ്റിയാ പോണത്. അതായത് ഈ സാധാരണ നിങ്ങൾ സ്കൂബ ഡൈവ് ചെയ്യുമ്പോൾ പോലെ നീന്തി പോകാനൊന്നും കഴിയില്ല. ഇഴഞ്ഞില്ല. ഭയങ്കര റിസ്കി കേവ് ഡൈവിംഗ് പോലെ അതിനേക്കാളും നല്ല റിസ്ക് ഉള്ളതാണ്. പിന്നെ ഈ വെള്ളത്തിന്റെ അളവ് കുറയുമ്പം ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പുറത്തു വന്നിരുന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ ഭീഷണി നേരിട്ടാണ് നിങ്ങൾ അതിനകത്ത് ഇറങ്ങിയത്. ഇതിപ്പോൾ ജീവനെ പണയം വെച്ച് തന്നെയാണ് പോയത്. കാര്യം എന്നറിയാമോ, വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ഈ വേസ്റ്റ് നമ്മുടെ പുറത്തായിരിക്കുന്നത്. വെള്ളത്തിന്റെ പുറത്ത് ഇവിടെ റോപ്പ് നമ്മുടെ ആങ്കറിൽ വലിച്ചാലും വരില്ല. അത്രയ്ക്കും വെയിറ്റ് ആണ്. ഈ ലോഡ് നമ്മുടെ പുറത്തിരിക്കുമ്പോഴേ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരിക്കലും ഇവർ വലിച്ചാലും വരില്ല. നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. വലിയ ഡേഞ്ചർ പറ്റിയാലും അങ്ങനെ ആയിരിക്കും സാധാരണ. കാരണം കൈ എന്തായാലും മേലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും. അവിടെ ട്രാപ്പായി കാണും. വേസ്റ്റിന്റെ ഇടയിലായിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് പോലും ഇതൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാറിയാലേ പറ്റുള്ളൂ. ഇനി നമ്മളിനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഇതുള്ളത് നമ്മൾ നോക്കാത്ത അങ്ങ് താഴെ അങ്ങ് അറ്റമുണ്ട്. ഇനി പവർ ഹൗസ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പവർ ഹൗസ് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നോക്കാത്ത സ്ഥലമുണ്ട്. അവിടെ സെർച്ച് ചെയ്യണം. കോറിയോ പുഴയാണെങ്കിൽ ബോഡി പൊങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇതിപ്പോൾ എന്തായാലും ബോഡി പൊങ്ങി കാണും അടുത്ത ദിവസം 24 മണിക്കൂർ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും സെർച്ചിങ് എന്തായാലും തുടർന്നാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ നമുക്ക് ബോഡി. ടെക്നോ പാർക്കിൽ നിന്നുള്ള ജെൻ റോബോട്ടിക് കമ്പനിയുടെ റോബോട്ടുകൾ എത്തിച്ചുള്ള പരിശോധനയും ഇവിടെ സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി അതിൽ ചില ദൃശ്യങ്ങൾ പതിഞ്ഞു. അത് ജോയിയുടേതാണെന്ന സംശയത്താൽ പരിശോധന വിപുലമാക്കി. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി.
ജിൻ റോബോട്ടിക്സിന്റെ സംഘം ഉള്ളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു സംശയാസ്പദമായ ഒരു വസ്തു, കട്ടിയുള്ള വസ്തു ഈ 10 മീറ്റർ ഉള്ളിലേക്ക് കെട്ടിക്കിടക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഒരു സ്കൂബ ഡൈവിംഗിന്റെ 2 അംഗ സംഘം അതിനുള്ളിലേക്ക്, ഈ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തുന്നു. റോബോട്ടിക്സ് സംഘം നടത്തിയ ആശങ്ക പ്രകടിപ്പിച്ച ആ ഒരു തരത്തിലുള്ള സംശയാസ്പദമായ ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഒരു 15 മീറ്റർ ഡിസ്റ്റൻസിൽ 15 മീറ്റർ സർക്കിളിൽ നമ്മൾ മൊത്തം സെർച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മേളം താഴ്ന്നു പോകാൻ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് ഒരാൾക്ക് കമിഴ്ന്ന് കിടക്കാം, നമ്മളതിനെ കഷ്ടപ്പെട്ട് കമിഴ്ന്ന് നിരങ്ങി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അത്ര ആ ഗ്യാപ്പിനകത്താണ് കാണുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിലും ഈ വേസിനടി തട്ടി കിടക്കേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞ സ്ഥലത്ത് ഇല്ല. രക്ഷാപ്രവർത്തനം മുന്നോട്ട് ഇനി എങ്ങനെയെന്നറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങളാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അതിനുശേഷം മന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെ: ഇപ്പോൾ ഒരു ഗവൺമെന്റിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ്. ഇത് നേവിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നേവി ടീമും കൂടെ എത്തിയ ശേഷം അടുത്ത പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഇന്നലത്തേന് സമാനമായി ഇന്നും രാത്രിയിൽ രക്ഷാപ്രവർത്തനം ഉണ്ടാവും. കാലാവസ്ഥ നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റും. കൂടുതൽ സ്കൂബ ഡൈവ് ടീംസിനെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് 2-3 പേരുടെ ടീംസായിട്ട് ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു ജോയിൻ്റ് ആയിട്ടുള്ള, അതിനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യോഗത്തിൻ്റെ മീറ്റിംഗ് കൂടിയത്. ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തും 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തും ഇടയ്ക്ക് കാര്യമായ രക്ഷാപ്രവർത്തനം സാധ്യമായില്ല എന്നത് തന്നെയാണ്. കാരണം അവർക്ക് പരിമിതികളുണ്ട്. NDRF-നാണെങ്കിലും സ്കൂബ ടീമിനാണെങ്കിലും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അകത്തേക്ക് കടന്ന് ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷിക്കാൻ കാര്യമായ പരിമിതികളുണ്ട്. കാരണം ഈ മാലിന്യങ്ങൾക്കിടയിൽ ഉള്ള ഭാഗത്ത് മാത്രമാണ്, മലിനജലം കിടക്കുന്ന ഭാഗത്താണ് ഇവർക്ക് നീന്തിപ്പോയി പരിശോധന നടത്താൻ കഴിയുക. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലെ നീരൊഴുക്കിൽ ജോയി എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിഭാഗത്ത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അത് അറിയാനുള്ള ഒരു മാർഗവും നിലവിൽ ഈ രക്ഷാദൗത്യത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയോടെ നേവി ടീം എത്തി ഈ പ്ലാറ്റ്ഫോമിനടിയിലുള്ള തുരങ്കത്തിൽ എത്രത്തോളം അവർക്ക് രക്ഷാദൗത്യം നിർവഹിക്കാൻ സാധിക്കും എന്നത് സംശയകരമാണ്. മലിനജലത്തിൽ ജോയിയെ മുങ്ങിത്തിരഞ്ഞു രക്ഷാപ്രവർത്തകർ. അതിനിടെ പരസ്പരം പഴിചാരി നഗരസഭയും റെയിൽവേയും. ഈ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന ആമയിഴഞ്ചൻ തോട്ടിലാണ് ശുചീകരണ തൊഴിലാളി ജോയി പെട്ടുപോയത്. ഈ മാലിന്യ കൂമ്പാരമാണ് ജോയിയുടെ ജീവൻ കവർന്നെടുത്തത്. മാലിന്യ സംസ്കരണത്തിലെ അപാകതയിലേക്ക് കൂടിയാണ് ജോയിയുടെ മരണം വിരൽ ചൂണ്ടുന്നത്. ആരാണ് ജോയിയുടെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി? റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നാണ്. ഇത് റെയിൽവേ പ്രോപ്പർട്ടി ആണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ. ആമയിഴഞ്ചൻ തോട്ടിലെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം. ജോയിയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ തന്നെ റെയിൽവേയും കോർപ്പറേഷനും ഏറ്റുമുട്ടൽ തുടങ്ങിയിരുന്നു. ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായത് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിലെ വലിയ മാലിന്യ കൂമ്പാരമാണ്. ഈ മാലിന്യ നിക്ഷേപം നീക്കം ചെയ്യേണ്ടത് റെയിൽവേ തന്നെയാണ്. ഇതിനായി 3 തവണ നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് നോട്ടീസ് നൽകി. മെയ് 7-നും 17-നുമാണ് നോട്ടീസ് നൽകിയത്. ഒടുവിൽ കഴിഞ്ഞ മാസം 19-ന് മുന്നറിയിപ്പ് നോട്ടീസും നൽകി. പക്ഷേ റെയിൽവേ തിരിഞ്ഞു നോക്കിയില്ല. അതിന്റെ പരിണിത ഫലമാണ് ജോയി എന്ന മനുഷ്യനെ നമുക്ക് കുരുതി കൊടുക്കേണ്ടി വന്നത്. ആമയിഴഞ്ചൻ തോടിന്റെ പൂർണ്ണ ശുചീകരണത്തിന് റെയിൽവേയുടെ സഹകരണം കൂടി അനിവാര്യമാണ്. തമ്പാനൂരിൽ നിന്നും പോയി മോസ്ക് ലൈൻ വഴി നമ്മുടെ ബസ് സ്റ്റേഷൻ കറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ ചെല്ലും. അതാണ് നമ്മുടെ വലിയ ബോട്ടിൽ നെക്ക്. റെയിൽവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, റോഡ്സ് ഉണ്ട്, പിന്നെ ഇറിഗേഷൻ, മേജർ, മൈനർ, പിന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വാട്ടർ അതോറിറ്റി, പിന്നെ കോർപ്പറേഷൻ, ഇവരെ എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ തന്നെയായിരിക്കണം. അത് പറ്റുമെങ്കിൽ അത് ചീഫ് സെക്രട്ടറി തന്നെയായിരിക്കണം. ആമയിഴഞ്ചൻ തോട്ടിൽ മാത്രമല്ല റെയിൽവേയുടെ അനാസ്ഥ. ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കുക. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് മാലിന്യം മല പോലെ കൂട്ടിയിട്ട നടപടി ചോദ്യം ചെയ്യുന്ന നഗരസഭാ സെക്രട്ടറി. ഇക്കഴിഞ്ഞ മെയിലാണ് ഈ സംഭവം. നാട്ടുകാർക്ക് മാലിന്യം ബുദ്ധിമുട്ടായപ്പോൾ നഗരസഭ നോട്ടീസ് നൽകി. എന്നിട്ടും കൂട്ടാക്കാതിരുന്നതോടെയാണ് സെക്രട്ടറി നേരിട്ടെത്തി റെയിൽവേയോട് ക്ഷുഭിതനായത്. ഒട്ടും വൈകിയില്ല, റെയിൽവേ മാലിന്യം നീക്കം ചെയ്തു. കുറേയൊക്കെ കോർപ്പറേഷനും ഉത്തരവാദിയാണ്. 5 ദിവസം മുമ്പുള്ള ഈ ദൃശ്യങ്ങളാണ് അതിന് തെളിവ്. ആറ്റുകാൽ കാലടി ബണ്ട് റോഡ്. കോർപ്പറേഷന്റെ സ്വന്തം ലോറിയിൽ ജീവനക്കാർ മാലിന്യം കിള്ളിയാറ്റിന്റെ തീരത്ത് തള്ളുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വഴിയാത്രക്കാരനാണ് ദൃശ്യങ്ങൾ പകർത്തി മാതൃഭൂമി ന്യൂസിന് നൽകിയത്. മഴയിൽ മാലിന്യം മുഴുവൻ കിള്ളിയാറ്റിലേക്ക് ഒലിച്ചിറങ്ങി. ഇതാണ് തലസ്ഥാന നഗരത്തിൽ നടക്കുന്നത്. മഴക്കാലത്തെ വെള്ളപ്പൊക്ക ഭീഷണിയും രോഗഭീഷണിയും മാത്രമല്ല, ജോയിയെ പോലെ ഇനിയും കുറെ മനുഷ്യരുടെ ജീവനുകൾ ഈ അഴുക്കുചാലുകൾ കവർന്നെടുത്തേക്കാം.
2 രാത്രി കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താനായില്ല. നാവികസേനയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ഇപ്പോൾ നല്ല മഴയുണ്ട്. മഴ ഒരു പരിധിവരെ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 6:30 മണിക്ക് സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പം നാവികസേനയും ചേരുമെന്നുള്ളത് തന്നെയാണ് നമ്മോട് ഇന്നലെ മേയർ അറിയിച്ചത്. ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗങ്ങൾ, അതായത് അവർക്ക് പരിശോധിക്കാൻ കഴിയാതിരുന്ന ഭാഗങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും അവർ ശ്രമിക്കുക. കാരണം 30 മീറ്റർ മാത്രം പോകാൻ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളുണ്ട്. മാലിന്യം വലിയ ഭിത്തിയായി, വലിയ പ്രതിസന്ധിയായി നിന്ന സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി തന്നെയാകും അവർ ആദ്യം ശ്രമിക്കുക. അതായത് 1ാം പ്ലാറ്റ്ഫോം മുതൽ 5ാം പ്ലാറ്റ്ഫോം വരെയുള്ള പരിസരങ്ങളിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ, ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ പൂർണ്ണമായി ഇവിടം പരിശോധിക്കാനുള്ള ശ്രമമാണ് നടത്തുക. അതിന് നാവികസേന വൈദഗ്ധ്യം ഉപയോഗിക്കുകയും ചെയ്യും. ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഓരോ നിമിഷവും മാലിന്യം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അത് അടിഞ്ഞു കൂടുകയാണ്. അടിഞ്ഞു കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ത് സംഭവിച്ചു, ഒരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. രാവിലെ 9 മണിയോടെ തകരപ്പറമ്പ് വഴി വരുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഈ ഭാഗത്ത് ഒരു മൃതദേഹം പൊങ്ങി. തമ്പാനൂരിൽ നിന്ന് അമൽ തേനംപറമ്പിൽ ഇങ്ങോട്ടേക്കെത്തി. കഴിഞ്ഞ 2 ദിവസം രാപകലില്ലാതെ നമ്മൾ നടത്തിയ രക്ഷാപ്രവർത്തനം വിഫലമാകുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഉപ്പളാമൂട് പാലത്തിനും അതോടൊപ്പം തകരപ്പറമ്പിനും ഇടയിലുള്ള ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗത്ത് ഒരു അജ്ഞാത മൃതദേഹമുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവിടെ ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത് കഴിഞ്ഞ ദിവസം കാണാതായ ജോയിയുടെ മൃതദേഹമാണോ എന്ന് സംശയിക്കപ്പെടുകയാണ്. എന്തായാലും നിലവിൽ അവിടെ ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്നത് കാണാൻ നമുക്ക് അവിടേക്ക് എത്താനാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NDRFിൻ്റെ സംഘം എത്തിയിരുന്നു. ഇന്നിപ്പോൾ നേവിയുടെ കൂടി സഹായത്തോടു കൂടി തിരച്ചിൽ തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. നഗരസഭയുടെ ഉദ്യോഗസ്ഥർ പോലീസിനെയാണ് ഈ വിവരം അറിയിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തി ഇപ്പോൾ താഴെ ഇറങ്ങി ഈ മൃതദേഹം കരയിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എൻ്റെ സംശയത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കമ്മന്ന് കിടക്കും. മഴക്കാലം ശുചീകരണം നോക്കി വരികയായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കി കയറി വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. മനോട്ടിനെ ഞാനും കൂടെ കണ്ടത്. അപ്പം നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് ശകലം അവിടെ ഒരു മുള കിടന്നതിനടുത്ത് തട്ടി നീക്കി നോക്കിയപ്പോൾ ഇത് കൺഫേമായി ഇതാണെന്ന്. അഴുകിയ നിലയിലാണല്ലോ മൃതദേഹം. വെള്ളം കുടിച്ച് നല്ല ചീർത്തിട്ടുണ്ട്, പെരുകിയിട്ടുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തുടങ്ങി പവർ ഹൗസ് റോഡിൽ അവസാനിക്കുന്ന 140 മീറ്റർ നീളമുള്ള തുരങ്കത്തിൽ പലയിടങ്ങളിലായി ഇന്നലെ പരിശോധന നടന്നതാണ്. പക്ഷേ ഒരിടത്തും മൃതദേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. ഇവിടേക്ക് എങ്ങനെ മൃതദേഹം ഒഴുകിയെത്തിയെന്ന പല സാധ്യതകളും ഇപ്പോൾ മുന്നിലുണ്ട്. 2-3 സാധ്യതകളുണ്ട്. ഇവിടെ ഒരു നെറ്റുണ്ട്. ചിലപ്പോൾ അപകട സമയത്ത് തന്നെ മൃതദേഹം മാറിപ്പോയിരിക്കാം. 1ാമത്തെ സാധ്യത. 2, ഇന്നലെ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ 5 ലക്ഷം ലിറ്റർ വെള്ളം തുറന്ന് വിട്ട് കുറച്ചുകൂടി ഫ്ലോ ഔട്ട് ആക്കിയിരുന്നു. ഇന്നിപ്പോൾ നേവിയുടെ പരിശോധന കഴിഞ്ഞ് ഫ്ലഷിംഗ് മെത്തേഡിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിലൂടെ ബോഡി തള്ളിവിടുമ്പോൾ അത് ഈ നെറ്റിൽ വന്ന് തടസ്സപ്പെട്ട് നിൽക്കണം, ഒഴുകി ദൂരേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപകടം നടന്ന മണിക്കൂറുകൾക്കകം തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ്. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ ദുഷ്കരമായിരുന്നു ആ പ്രവർത്തനം. പക്ഷെ അതിന്റെ ഫലം നിരാശയായി. നമ്മൾ 2 ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കരാർ പ്രകാരം ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയി എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലിയുടെ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്തിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ജോയിയെ ജീവനോടെ തിരികെ കിട്ടൂ എന്ന ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ ഒരു നേരിയ പ്രതീക്ഷ അവശേഷിച്ചു. അതിന്റെ പുറത്തായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. പക്ഷേ ഫലം കണ്ടില്ല.
കഴുകുമ്പോഴും നമ്മളപ്പോഴും ഇന്നലെ രാത്രി പോലും നമ്മൾ പല നമ്മുടെ മനസ്സിൽ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് മറ്റൊരു വിശ്വസിക്കാൻ പ്രയാസമാണ്. തമ്പാനൂരിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആർ അനന്തകൃഷ്ണൻ പറയും. ശനിയാഴ്ച രാവിലെയാണ് ശുചീകരണ തൊഴിലാളി ജോയിയെ ആമേഴഞ്ചൻ തോട്ടിൽ കാണാതാകുന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് തകരപ്പറമ്പിനും ഉപ്പിടാമുട് പാലത്തിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ രക്ഷാപ്രവർത്തനം വിഫലമാവുകയായിരുന്നു. ജോയിയെ നമുക്ക് ജീവനോടെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ല. ഏതായാലും ജോയിയുടെ കാണാതായ സ്ഥലം, അതിനൊപ്പം തന്നെ ജോയിയെ കണ്ടെത്തിയ സ്ഥലം, ഇത് മാപ്പിന്റെ സഹായത്തോടെ നമുക്കൊന്ന് വിശദമാക്കാം. തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷന്റെ സമീപമുള്ള ആമേഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ച് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെ പെട്ടെന്ന് പെയ്ത മഴയിൽ വലിയ തോതിൽ വെള്ളപ്പാച്ചിലുണ്ടാവുകയായിരുന്നു. ആ വെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് ജോയി ഈ ഉള്ളിലേക്ക്, റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ടണലിലേക്ക് അകപ്പെട്ടു പോവുകയായിരുന്നു. ഉടൻ തന്നെ വിവരം അറിയുന്നു. രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുന്നു. ഫയർഫോഴ്സിന്റെ സംഘമൊക്കെ അവിടെ കേന്ദ്രീകരിച്ചാണ് ശനിയാഴ്ച മുഴുവൻ പരിശോധന നടത്തിയത്. ഇവിടെ പരിശോധന നടത്തുന്നതിനിടെയാണ് റോബോട്ടിക്സിന്റെ ക്യാമറയിൽ ഈ പാലത്തിനകത്ത് ഈ ടണലിന്റെ ഉള്ളിൽ വെച്ച് ഒരു അടയാളം കണ്ടെത്തുന്നത്. അത് ജോയിയുടെ ശരീരഭാഗമാണ് എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് വിപുലമായ പരിശോധന ഞായറാഴ്ച നടത്തി. റെയിൽവേ സ്റ്റേഷൻ മറുവശത്ത് ഈ പവർ ഹൗസ് റോഡിന്റെ ഗേറ്റിന്റെ ഭാഗത്തുള്ള ആമേഴഞ്ചാൻ തോടിന്റെ തുടക്കത്തിൽ അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഈ ഭാഗം മുഴുവൻ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച മുഴുവൻ പരിശോധന നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് രാത്രിയോടെ നേവിയുടെ സംഘവും എത്തി. ഇന്ന് രാവിലെ ഈ ഭാഗത്ത് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ച് സ്കൂബ ടീമും നേവിയുടെ സംഘവും എത്തുന്നതിനിടയിലാണ് ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെ തകരപ്പറമ്പ് കഴിഞ്ഞ് ഉപ്പിടാമൂട് പാലം എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ സ്പോട്ടിൽ മൃതദേഹം പൊങ്ങുന്നത്. അവിടെ വെച്ച് നാട്ടുകാർ മൃതദേഹം കാണുന്നു. ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. അവരെത്തി മൃതദേഹം എടുക്കുന്നു. പവർ ഹൗസ് റോഡ് മുതൽ ഏതാണ്ട് ഉപ്പിടാമൂട് പാലം വരെയുള്ള ആമേഴഞ്ചാൻ തോടിന്റെ പ്രദേശങ്ങളിൽ ഒരു പരിശോധന കൂടി നടത്തിയിരുന്നെങ്കിൽ ജോയിയെ അന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന അനുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. തുടർന്ന് ഈ ശരീരത്തെ ശ്മശാന ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ജോയിയുടെ സംസ്കാരം പൂർത്തിയായി. ജോയിയുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ള വസ്തുവിലാണ് ജോയിക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിരുന്നത്. ആ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇവിടെ നിന്നും ആളുകളൊക്കെ തന്നെ മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എത്തിയ മേയറും അതോടൊപ്പം തന്നെ CK ഹരീന്ദ്രൻ MLAയുമാണ് ഈ സഹായമടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ആ വീടിൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ആ വീട്ടിൽ ഒരു വഴി നൽകുമെന്നുള്ള കാര്യമൊക്കെ തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അറിയാവുന്നതുകൊണ്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എവിടെയും തോന്നിയെങ്കിലും നിപ്പുണ്ട് വരുമെന്നല്ല ഉണ്ടായിരുന്നു. ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ അവൻ നീന്തിക്കാറ്. പിന്നെ അവന് വേസ്റ്റിൻ്റെ അടിയിലായി പോയി ചൊരുവിരിക്കണം, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോരുമായിരുന്നു. സ്ഥിരം ഇങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നതാണോ? അവർ വിളിച്ച അവിടെ എപ്പോഴും ഉണ്ടെങ്കിൽ വേസ്റ്റ് വരെ അവനെ വിളിച്ചോണ്ട് പോകും. ഒരു റെസ്റ്റ് എടുക്കില്ല, വിശ്രമിക്കില്ല, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാവരും വിളിച്ചോണ്ട് പോകും. ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമോ? എങ്ങനെയാണ്? ഭക്ഷണം കൊണ്ടുപോകില്ല, അവിടെ നിന്ന് കഴിക്കില്ല. ചിലപ്പം കഴിക്കൂല. വീട്ടിൽ പടവപ്പാവുന്നത് കൈയും കഴുകി കൊണ്ടുവന്നിരുന്ന് ഭക്ഷണം കഴിക്കും. ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ കളയുന്ന പെട്ടെന്ന് വാങ്ങിച്ച് അതിനെ കഴിക്കാൻ പോകില്ല. ചിലപ്പോഴൊക്കെ വാങ്ങിച്ച് കഴിക്കും. ജോയിയെ ആശ്രയിച്ചായിരുന്നു അമ്മ കഴിഞ്ഞിരുന്നത്. ആ ഒരു സഹായം ഇനി തൊട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 10 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഒരു ധനസഹായം ഉണ്ടാകുമെന്നുള്ള കാര്യം സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജോയിയോട് ഒരു കാരണവശാലും അനാദരവ് കാണിക്കരുത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് സർക്കാരിന് വേണ്ടി വയ്ക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വഴി നേരെയാക്കണം, അതോടൊപ്പം വീട് നേരെയാക്കണം. അത്തരം സഹായം എത്രയും പെട്ടെന്ന് തന്നെ നൽകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. ഏതായാലും ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇനിയും ഒരു ജോയി വരാതിരിക്കാൻ എന്തു ചെയ്യണം? മലിനമാകുന്ന നദികൾ അല്ല, മലിനമാക്കുന്ന നദികൾ, മാലിന്യം വലിച്ചെറിയുന്ന ഓരോരുത്തരും. ശുചിത്വവും ശുചീകരണവും വാക്കുകളിൽ മാത്രം പോരാ, ഓരോരുത്തരുടെയും പ്രവൃത്തിയിലും വേണം. ഇല്ലെങ്കിൽ ഇനിയും ജോയിമാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
വീണ്ടും കാണാം. നമസ്കാരം.